ഈശോനാഥ ഹൃദയം ഒരു നാളിൽ ദയ തിങ്ങുമൽ താരയായി. ഈശോനാഥ ഹൃദയം ഒരു നാളിൽ ദയ തിങ്ങുമൽ താരയായി. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 26 സങ്കീർത്തനം അതിൻ്റെ 1 മുതലുള്ള വചനഭാഗങ്ങളെ നമുക്ക് വായിക്കാം. യഹോവേ, എനിക്ക് ന്യായം പാലിച്ചു തരണമേ. ഞാൻ എൻ്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു. ഞാൻ ഇളകാതെ യഹോവയിൽ ആശ്രയിക്കുന്നു. യഹോവേ, എന്നെ പരീക്ഷിച്ച് ശോധന ചെയ്യണമേ. എൻ്റെ അന്തരംഗവും എൻ്റെ ഹൃദയവും പരിശോധിക്കണമേ. നിന്റെ ദയ എൻ്റെ കണ്ണിന് മുമ്പിലിരിക്കുന്നു. നിന്റെ സത്യത്തിൽ ഞാൻ നടന്നുമിരിക്കുന്നു. ദാവീദിൻ്റെ ഈ സങ്കീർത്തനം വളരെ മനോഹരമായിട്ടുള്ള വാക്യങ്ങളാണിത്. ഒത്തിരി ഹൃദയസ്പർശിയായിട്ടുള്ള അനുഭവമാണ് ഇതിനകത്ത്. യഹോവേ, എനിക്ക് ന്യായം പാലിച്ചു തരണമേ. ഞാൻ എൻ്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു. ഉറപ്പാ, ഞാൻ എൻ്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു. ഞാൻ ഇളകാതെ യഹോവയിൽ ആശ്രയിക്കുന്നു. ഇളകാതെ യഹോവയിൽ ആശ്രയിക്കുവാൻ ഒറ്റ കാരണമേ ഉള്ളൂ: നിഷ്കളങ്കതയിൽ നടക്കുന്നു. ചതിവോ വഞ്ചനയോ വക്രതയോ ഒന്നും മനസ്സിൽ കടന്നു വരുന്നില്ല. ആമേൻ, സ്തോത്രം. പൂർണ്ണമായിട്ടും കർത്താവിങ്കിൽ ആശ്രയം വെച്ചുകൊണ്ട് ജീവിക്കുന്നു. ആമേൻ. യഹോവേ, എന്നെ പരീക്ഷിച്ച് ശോധന ചെയ്യണമേ. എന്നിട്ടും യഹോവയുടെ സന്നിധി പറയാം, നിഷ്കളങ്ക മാർഗത്തിലാണ് നടക്കുന്നത്. അതുപോലെ ഇളകാതെ യഹോവയിൽ ആശ്രയിച്ച് ജീവിക്കുകയാണ്. എന്നിട്ടും ദൈവസന്നിധി പറയുന്നത്, യഹോവേ, എന്നെ പരീക്ഷിച്ച് ശോധന ചെയ്യണമേ. വീണ്ടും വീണ്ടും കഴുകും തോറും പുതുമ പ്രാപിക്കാൻ തക്കവണ്ണം. ആമേൻ, ദൈവത്തിന് സ്തോത്രം. ചെത്തി വെടിപ്പാക്കുന്ന ഒരു അനുഭവം. ഹല്ലേലൂയ. ഏറ്റവും അധികം ഫലം കായ്ക്കാൻ ചെത്തി വെടിപ്പാക്കുന്ന ഒരു അനുഭവം. ഓരോ ദിവസവും ഓരോ നിമിഷവും പൂർണ്ണമായിട്ടറിയാം ഞാൻ നിഷ്കളങ്കതയിൽ നടക്കുന്നു. അതുമാത്രമല്ല, ഞാൻ യഹോവയിൽ ഇളകാതെ യഹോവയിൽ ആശ്രയിക്കുന്നു. ഇളക്കുന്ന അനുഭവങ്ങൾ പലതും ജീവിതത്തിൽ കടന്നു വരും. പക്ഷേ വിശ്വാസി വിഷയങ്ങളെ നോക്കാൻ പോയാൽ ദൈവത്തെ ആശ്രയിച്ച് ജീവിക്കാൻ പറ്റത്തില്ല. യഹോവയെങ്കിൽ ആശ്രയിച്ചാൽ എത്ര ഇളക്കുന്ന വിഷയങ്ങൾക്കകത്തും നമ്മളെ ബലഹീനരായിരിക്കുന്ന നമ്മുടെ ബലഹീനതയിൽ നമ്മളെ ശക്തി പകർന്ന് നമ്മളെ ബലപ്പെടുത്തുന്ന ദൈവം നമ്മുടെ കൂടെയാണ്. ഇത്ര ഉറപ്പ് ദാവീദിന് ഇവിടെ ഉണ്ട്. എന്നിട്ടും അദ്ദേഹം പറയുന്നൊരു കാര്യമാണ്, എൻ്റെ അന്തരംഗവും എൻ്റെ ഹൃദയവും പരിശോധിക്കണമേ. ഹല്ലേലൂയ. ഒരു പരിശോധനയ്ക്ക് വേണ്ടി വിട്ടുകൊടുക്കുകയാണ്. എൻ്റെ അന്തരംഗവും എൻ്റെ ഹൃദയവും പരിശോധിക്കണേ. നിന്റെ ദയ എൻ്റെ കണ്ണിന് മുമ്പിലിരിക്കുന്നു. നിന്റെ സത്യത്തിൽ ഞാൻ നടന്നുമിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഉറപ്പാ, നിന്റെ ദയ എൻ്റെ കണ്ണിന് മുമ്പിലിരിക്കുന്നു. അതെനിക്ക് ഉറപ്പാണ്. കാരണം എൻ്റെ വിശ്വാസമാണ്, എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. ദൈവത്തിൻ്റെ ദയ എൻ്റെ കൂടെയുണ്ട്. ദൈവത്തിൻ്റെ ദയ എന്നെ കാണുന്നുണ്ട്. ആമേൻ, സ്തോത്രം. അതുപോലെ തന്നെ നിന്റെ സത്യത്തിൽ ഞാൻ നടന്നുമിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ആ സത്യത്തിലാണ് നടന്നു പോകുന്നത്. കാരണം യഹോവയിൽ ആശ്രയിക്കുന്നവൻ കുലുങ്ങാതെ എന്നേക്ക് നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ തന്നെയാണ്. ഇതിനെ കുലുക്കാനോ അല്ലെങ്കിൽ ഇളക്കാനോ ആർക്ക് സാധിക്കത്തില്ല ദൈവമക്കളെ. എത്ര പ്രശ്നങ്ങൾ കയറി വന്നാലും പൂർവ്വപിതാക്കന്മാർ മുതൽ അപ്പോസ്തലന്മാർ വരെ നമ്മൾ നോക്കിയാൽ കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ചവരും കർത്താവിൽ ആശ്രയിക്കുന്നവർക്കും കർത്താവ് ഏൽപ്പിച്ചത് ചെയ്തുകൊണ്ട് ആ പാദപീഠത്തിൽ നിന്ന് ദൈവത്തെ നമസ്കരിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് മറ്റൊന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അത്രയ്ക്കും വിശ്വസ്തയോടെ വിശ്വാസത്തോടെ പൂർണ്ണ നിശ്ചയത്തോടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് തന്നെ സമർപ്പിച്ചു കൊണ്ടുള്ള യാത്ര അത് വളരെ അനുഗ്രഹം. ഇരക്കമുണ്ടെങ്കിലും സങ്കടങ്ങൾ വന്നാലും പ്രശ്നങ്ങൾ വന്നാലും കുലുങ്ങത്തില്ല. കാരണം എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെന്നൊരു വിശ്വാസം. ഹല്ലേലൂയ. ഞാൻ അവൻ്റെ ഉള്ളം കയറങ്ങളിലാണ് ഇരിക്കുന്നതെന്ന് ബോധ്യമുണ്ടെങ്കിൽ ദൈവമക്കളെ, നമുക്ക് ഓരോ ദിവസത്തെയും ഒത്തിരി പ്രശ്നങ്ങൾ അത് കർത്താവ് നമ്മളെ അത്ഭുതവും അതിശയമായിട്ട് സമാധാനം തന്ന് സന്തോഷം തന്ന് നമ്മളെ വഴി നടത്തുക. അപ്പോഴാണ് നമ്മൾ അറിയുന്നത്, വീണു എങ്കിലും നിലം വരിശാകാതെ ദൈവം എന്നെ താങ്ങി. ഹല്ലേലൂയ, സ്തോത്രം. രോഗാവസ്ഥ വന്നു, കർത്താവ് അത്ഭുതമായി സൗഖ്യം തന്നു. മുറിവുണ്ടാക്കുന്നവനും മുറിവ് കെട്ടുന്നവനുമാണ് യേശു. കർത്താവ് നൽകിയ സകല നന്മകൾക്കും തക്കവണ്ണം ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. സകല മഹത്വം പുകഴ്ചയും കർത്താവ് എടുക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്ന എൻ്റെ സ്വർഗീയ നല്ല ദൈവമേ, കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് അടിയങ്ങളെയൊക്കെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ സമയത്ത് കർത്താവെ, രോഗാവസ്ഥയിലിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന നിൻ്റെ മക്കളുടെ മേലെ കർത്താവെ സൗഖ്യം കൊടുക്കുന്ന ദൈവത്തിൻ്റെ കരം സ്പർശിച്ചത് അനുഭവിപ്പാൻ തക്കവണ്ണം യേശുവേ, ദാവീദ് പുത്ര,
അത്ഭുതകരമായ സൗഖ്യം കൊടുക്കണേ, വിടുതൽ കൊടുക്കണേ, വീണ്ടെടുപ്പ് കൊടുക്കണമേ. കർത്താവ് ഏത് വിഷയത്തെ ചൊല്ലി ഭാരപ്പെട്ടിരിക്കുന്നുവോ ആ വിഷയത്തിലെ കർത്താവെ അവിടുന്ന് ഉത്തരം നൽകി അനുഗ്രഹിക്കണേ. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം സ്വർഗസ്ഥനായ പിതാവെ എല്ലാവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തനുമായി യേശുവിനെ നോക്കിക്കൊണ്ടിരിക്കുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇളകാതെ യഹോവയിൽ ആശ്രയിക്കുന്നു പറയുവാൻ തക്കവണ്ണം എൻ്റെ കർത്താവെ എല്ലാവരെയും വിശ്വാസ ജീവിതത്തിൽ ആത്മാവി ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഏത് വിധത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വരുമ്പോഴും എന്നെ കൺമണി പോലെ കാക്കുന്ന ദൈവം എൻ്റെ കൂടെയുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് മുൻപോട്ട് കർത്താവിനെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ എല്ലാവരെയും ഒരുക്കണമേ. യേശു കർത്താവിൻ്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ. യേശുവേ സ്തോത്രം.